ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് വർക്കിനുണ്ടായിരുന്ന വണ്ടി എന്ന് വെച്ചാൽ ഹൈക്രോസ് ആണ്. അപ്പോൾ ഹൈക്രോസിന്റെ വർക്ക് കാര്യങ്ങളെല്ലാം ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന വണ്ടി എന്ന് വെച്ചാൽ ഹൈക്രോസിന്റെ ബേസ് വേരിയന്റ് ആണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഗ്രില്ല്, ഫോഗ് ലാമ്പ്, DRL, ഹോൺ, അതേപോലെ ഇന്റീരിയൽ ഹൈഡ്രോഗ്രാഫിക്സ്, അതേപോലെ സ്റ്റീരിയോ ചേഞ്ചിങ്, അതേപോലെ 360 ക്യാമ, അങ്ങനെ ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നു. ആ വർക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വണ്ടിയുടെ വർക്കിലെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ നമുക്കിന്ന് വർക്കിന് വന്നിരിക്കുന്ന വണ്ടി എന്ന് വെച്ചാൽ ഹൈക്രോസ് ആണ് കേട്ടോ. അപ്പൊ ഹൈക്രോസ് ബേസ് വേരിയന്റ് ആണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ചെയ്യാനുള്ള വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് ഗ്രില്ല് ചേഞ്ച് ചെയ്യണം. ഗ്രില്ല് ചേഞ്ച് നമുക്ക് GR ഗ്രില്ലിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം അല്ലേ. ഇപ്പൊ ഫോഗ് ലാമ്പ് ആഡ് ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് DRL കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ നമ്മൾ സ്റ്റൈലിൽ എന്ന് പറഞ്ഞ ബ്രാൻഡിലാണ് ഫോഗ് ലാമ്പ് അതേപോലെ DRL എടുത്തിരിക്കുന്നത്. 1:3 കളറാണ് വരുന്നത് നമ്മൾ ഫോഗ് ലാമ്പ് വരുന്നത്. അതുപോലെ തന്നെ ഡിമ്മും ബ്രൈറ്റും അതിനകത്തൊരു ലേസർ പോയിന്റ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു ഫോഗ് ലാമ്പിനകത്ത് കേട്ടോ. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 360 ക്യാം ആഡ് ചെയ്യാനായിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇന്റീരിയറിൽ ചെയ്യാനായിട്ടുള്ള വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ഡോർ പാഡ് കാര്യങ്ങളൊക്കെ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു ടാൻ എഡിഷൻ കളറിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടുണ്ട്. അതായത് ടോപ്പ് മോഡലിൽ വരുന്ന ആ സെയിം മോഡൽ തന്നെയാണ് ആഡ് ചെയ്യാനായിട്ടുള്ളത്. ഇവിടെയും ഈ ഒരു പോർഷനിൽ നമുക്ക് ആഡ് ചെയ്യണം. അതേപോലെ നമുക്ക് ഡാഷ് ബോർഡിലും ഈ ഒരു സെയിം കളർ തന്നെ ആഡ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ അല്ലേ. പിന്നെ നമുക്ക് ഓൺകോഡ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ടൈറ്റൻ എന്ന് പറയുന്ന സീരീസിലുള്ള ഒരു സ്റ്റീരിയോ ആണ് എടുത്തിരിക്കുന്നത്. സ്റ്റീരിയോസ് ആഡ് ചെയ്യാനായിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് ആന്റി ക്ലിയറും ആഡ് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത്രയും വർക്കാണ് കേട്ടോ ഈ വെഹിക്കിളിനകത്ത് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എടുത്തിരിക്കുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ നമ്മളെ സ്റ്റൈലിന്റെ DRലാണ് കേട്ടോ ഈ കാണുന്നത് അല്ലേ. ഇത് നമുക്കൊരു സ്മോക്ക് എഡിഷൻ ആണ് വന്നിരിക്കുന്നത്. സാധാരണ നമുക്കത് ക്ലിയർ എഡിഷൻ അവൈലബിൾ ആണ്. പക്ഷേ നമുക്ക് ഇപ്രാവശ്യം എടുത്തിരിക്കുന്ന പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് സ്മോക്ക് എഡിഷൻ ആണ് നമ്മൾ എടുത്തിരിക്കുന്ന DRL അതിന്റെ ഫ്ലാപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ അതിൻ്റെ കൂടെ വരുന്നത്. ഫുൾ വയർ കാര്യങ്ങളെല്ലാം കാണും. അതേപോലെ തന്നെ നമ്മൾ ഓൺ കോഡ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ടൈറ്റൻ എഡിഷൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് സ്റ്റീരിയോസ് ആണ് എടുത്തിരിക്കുന്നത്. അതായത് ഓൺ കോഡ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് തരുന്നത്, ക്യാമറ വിഷയിലൊക്കെ നല്ല ക്വാളിറ്റി ആയിട്ട് തരുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ ഈ ഓൺ കോഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മളൊരു സ്റ്റീരിയോ ഫ്രെയിം എടുത്തിട്ടുണ്ട്. സ്റ്റീരിയോ ഫ്രെയിം നമ്മൾ പിയാനോ ബ്ലാക്ക് ആണ് എടുത്തിരിക്കുന്നത്. അതേപോലെ 360 ക്യാമ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഓൺ കോഡിന്റെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അല്ലേ, ഫുൾ പാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ സ്റ്റീരിയോക്കകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒക്ടോകോർ പ്രോസസറാണ്, 3C സപ്പോർട്ട് ഉണ്ട്, 5.1 ചാനൽ ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ 18 മന്ത് വാറന്റി വരുന്നുണ്ട്. സിം കാർഡ് ഇടാം. അതേപോലെ തന്നെ 4GB 64 ആണ്, QLED ആണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് DSP ഡിജിറ്റൽ പ്രൊസസർ കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂടെ വന്നിട്ടുണ്ട്. അതായത് ഇക്വലൈസർ ആണ് വന്നിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള സ്റ്റീരിയോസ് ആണ് കേട്ടോ ഈ കാണുന്ന സ്റ്റീരിയോ. നമ്മുടെ സാധാ സ്റ്റീരിയോ പോലെ തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ അൺബോക്സ് ചെയ്യാത്തത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് നമുക്ക് 360 കാര്യങ്ങളൊക്കെയാണ് ഫുൾ ആഡ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ചെയ്യാൻ പോണ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബമ്പർ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഫോഗ് ലാമ്പും അതേപോലെ തന്നെ DRL കാര്യങ്ങളൊക്കെയാണ് ആഡ് ചെയ്യാനുള്ളത്. DRL ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ആണ് നമുക്ക് ഫസ്റ്റ് വർക്ക്. അങ്ങനെ നമ്മള് ഹൈക്രോസ് അങ്ങനെ ഫുള്ള് വർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മള് ഇപ്പൊ ഫ്രണ്ടിലത്തെ വർക്കാണ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ DRL ആഡ് ചെയ്തു. അതേപോലെ നമ്മൾ ട്രൈ കളർ ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മളെ GR ഗ്രില്ല്, അതിനകത്ത് തന്നെ നമ്മൾ ഗ്രില്ലേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫോഗ് ലാമ്പിന്റെ കൂടെയാണ് കേട്ടോ ലിങ്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ GR ഗ്രില്ലിന്റെ ഉൾവശത്തായിട്ട് നമ്മളൊരു മെഷ് ഗ്രില്ലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, മെഷ് ഗ്രില്ല് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മളെ ഗ്രില്ലിന്റെ ഓപ്ഷനിൽ തന്നെ നമുക്ക് ക്യാമറ, അതായത് കമ്പനി ക്യാമറ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിലാണ് നമ്മൾ 360 ക്യാം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ കണ്ടില്ലേ. അപ്പൊ നമ്മളെ ഫ്രണ്ട് ലുക്ക് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ ഹൈക്രോസ് കാണാൻ ഒരു നല്ല രസമായതാണ്. അതിന് നമ്മളൊരു മെട്രിക്സ് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതായത് നമ്മളെ DRLനകത്ത് പോരാത്തന്നെ DRL നമുക്ക് വെൽക്കം വരുന്നൊരു മോഡലാണ്. അതായത് സ്കാനിങ് ടൈപ്പ് ആണ് പറയുന്നത്. നമ്മൾ ആദ്യം വെൽക്കം ടൈപ്പ് എന്നൊക്കെ പറയുന്നത്, ഇപ്പൊ സ്കാനിങ് ടൈപ്പ് എന്നാണ് പറയുന്നത്. ഇപ്പൊ സ്കാനിങ് ടൈപ്പ് DRL കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ DRL ഞാൻ ഫുൾ, അതായത് നമ്മുടെ വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അതിന്റെ ഫുള്ള് വർക്ക് കാര്യങ്ങളൊക്കെ നല്ലോണം കാണിച്ചു തരാം. നിങ്ങൾ ട്രൈ കളർ ഫോഗ് ലാമ്പ് അതേപോലെ ഡിം ബ്രൈറ്റ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വർക്ക് ആവും. അതെല്ലാം ഞാൻ ഡീറ്റെയിൽഡ് കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ലാസ്റ്റ് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 360 ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഡോർ പാഡ് കാര്യങ്ങളെല്ലാം ഫുള്ള് നമ്മളിങ്ങനെ റിമൂവ് ചെയ്തിരിക്കണം കേട്ടോ. നമുക്ക് അതിനകത്ത് റെക്സിന് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ട്. നമ്മളെ 360 ആണ് ഈ കാണുന്നത് അല്ലേ. അപ്പൊ നമുക്കിത് കാലിബ്രേഷൻ ചെയ്യാനായിട്ടുണ്ട്. അതിന്റെ ബ്ലറിംഗ് ആണ് ഈ കാണുന്നത്. നോക്കാം, നമ്മൾ ഈ കാലിബ്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫുള്ള് പാനൽ കാര്യങ്ങളെല്ലാം ഫുള്ള് അങ്ങനെ റിമൂവ് ചെയ്തിട്ടിരിക്കണം. ഇപ്പൊ ഫോഗ് ലാമ്പിന്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഡിമ്മും ബ്രൈറ്റിന് വേണ്ടി സെപ്പറേറ്റ് സ്വിച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. ആ വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡോർ പാഡ് കാര്യങ്ങളൊക്കെ ഫുള്ള് നമുക്ക് സെറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് 360 കാലിബ്രേഷൻ ചെയ്യണം. പിന്നെ നമ്മൾ കുറച്ച് ഭാഗങ്ങളൊക്കെ ഡിപ്പിങ് ചെയ്യുന്നുണ്ട്, അതായത് ഹൈഡ്രോഗ്രാഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതും കൂടെ മാത്രമാണ് കേട്ടോ നമുക്ക് പെൻഡിങ് ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ 360 കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ ഫുള്ള് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം നമ്മൾ ഇൻഡിക്കേറ്റർ ഇടാൻ നേരത്ത് വർക്ക് ആവുന്നത്. ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. അതേപോലെ റൈറ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ ഇടുമ്പോഴും അങ്ങനെ വർക്ക് ആവുന്ന രീതിയിലാണ് ഇതിനകത്ത് വരുന്നത്. ഫുള്ള് സെറ്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പൊ ഇൻഡിക്കേറ്റർ റിവേഴ്സ് കാര്യങ്ങളൊക്കെ ഇടാൻ നേരത്ത് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഓപ്ഷനിലായിട്ട് നമുക്ക് 360
ഓട്ടോമാറ്റിക്കായി ചേഞ്ച് ആവുന്നതായിരിക്കും. അതേപോലെ നമുക്ക് ഇതിനകത്ത് വീഡിയോസ് കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. നമ്മൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കമ്പനി സ്റ്റീരിയോക്കകത്ത് നമുക്ക് ഒരു ലിമിറ്റ്, സ്പീഡ് ലിമിറ്റ് കഴിഞ്ഞാൽ 360 ഓഫ് ആവും എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മളെ ഈ ഒരു സിസ്റ്റത്തിനകത്ത് അങ്ങനെ ഓഫ് ആവുകയോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ എത്ര സ്പീഡിൽ പോയാലും ലോ സ്പീഡിൽ പോയാലും നമുക്ക് 360 റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും അതേപോലെ വീഡിയോസും കാണാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കാലിബ്രേഷൻ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്യാനായിട്ടുണ്ട്. ബാലൻസ് ആയിട്ടുണ്ട്. നല്ലൊരു ഓഡിയോ ഔട്ട്പുട്ട് വരുന്ന സ്റ്റീരിയോ തന്നെയാണ് കേട്ടോ നമ്മളെ ഈ ഓൺകോണിന്റെ സ്റ്റീരിയോസ്. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാനും കൂടെ ആയിട്ടുള്ളൂ കേട്ടോ ബാലൻസ്. അങ്ങനെ നമ്മൾ ഹൈക്രോസിന്റെ വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിരിക്കണം കേട്ടോ. അപ്പൊ നമ്മള് ഫ്രണ്ടിൽ ചെയ്തിരിക്കുന്ന ഫസ്റ്റ് വർക്ക് എന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ GR ഗ്രില്ലിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ GR ഗ്രില്ലിനകത്ത് നമ്മൾ DRL കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളിതാ ടൊയോട്ട എന്നുള്ള ലോഗോ സാധാരണ റെഡ് ആണ് വരുന്നത്, അതിന് നമ്മൾ സിൽവറിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിതാ DRL ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് നമുക്ക് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സ്കാനിങ് ടൈപ്പ് ആയിട്ട് വരുന്ന DRL ആണ് കേട്ടോ വരുന്നത്. പിന്നെ മെട്രിക്സ് ഇൻഡിക്കേറ്റർ ആണ് വരുന്നത്. അതേപോലെ നമ്മൾ ഡ്രൈ കളർ ഫോഗ് ലാമ്പാണ് കാണുന്നത്. 1:3 കളറാണ്. ഇതിനകത്ത് ഡിമ്മും റൈറ്റും നമ്മൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിനകത്തൊരു നമ്മൾ ബ്രൈറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നേരത്ത് ഒരു ലേസർ പോയിന്റ് കൂടെ വന്നിട്ടായിരിക്കും ഇതിനകത്തുനിന്ന് ബ്രൈറ്റ് വരുന്നത് കേട്ടോ. അതായത് ലേസർ ഏഞ്ചലായും കൂടെ ഇതിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്, ഫോക്കസിംഗ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഫ്രണ്ട് ലുക്ക് ഇത്രയാണുള്ളത്. ഫ്രണ്ടിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്ക് ഇത്രയാണുള്ളത്. പക്ഷേ ഫ്രണ്ടിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങളോടെ ചെയ്തിട്ടുണ്ട്. സാധാരണ നമുക്ക് GR ഗ്രില്ലിനകത്ത് നമുക്ക് മെഷ് കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മൾ മെഷ് രണ്ടാമത് ആഡ് ചെയ്യണമെന്ന്. പോരാത്തതിന് നമ്മൾ മെഗാസോണിക് ഹോൺ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. മെഗാസോണിക് ഹോൺ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹെല്ലേര ഹോൺ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് രണ്ടും നമുക്ക് സ്വിച്ച് വെച്ചാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ജസ്റ്റ് പിന്നെ നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് വെച്ചാൽ 360 ആണ്. അപ്പൊ 360 നമുക്ക് രണ്ട് മിററിലും അതേപോലെ ബാക്കിലും ആയിട്ടാണ് വരുന്നത്. പിന്നെ നമ്മൾ ബാക്കിൽ പ്രത്യേകിച്ച് വേറെ വർക്ക് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ബാക്കൊക്കെ നോർമൽ തന്നെയാണ്. നമ്മൾ സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് ബാക്ക് വന്നിരിക്കുന്നത്. പിന്നെ ഒരു എക്സ്ട്രാ നമ്മൾ ക്യാമറ 360 ക്യാമറയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ സ്റ്റോക്ക് സ്റ്റീരിയോക്ക് വന്ന ക്യാമറയാണ്. ഈ ക്യാമറ ഇപ്പോൾ നമ്മൾ ഡിസ്കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. നമ്മൾ 360 മാത്രമാണ് ഇതിനകത്ത് വർക്ക് ആവുന്നത്. കാര്യം നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് വെച്ചിരിക്കുന്ന സ്റ്റീരിയോ ആയതുകൊണ്ടാണ്. പിന്നെ നമ്മൾ അലോയി പെയിന്റ് ചെയ്തിട്ടുണ്ട്. അലോയി ഇതിനകത്ത് സിൽവർ ആയിരുന്നു. അതിനെ നമ്മൾ ഗ്ലോസി ഫിനിഷിലോട്ട് കൺവേർട്ട് ചെയ്തതിനു ശേഷം നമ്മൾ കാലിബർ റെഡ് കളറിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു റൂഫ് റെയിൽ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, ടോപ്പിലേക്കായിട്ട് റൂഫ് റെയിൽ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. റൂഫ് റെയിൽ പിന്നെ അതേപോലെ നമ്മൾ സൈഡ് ഗ്ലാഡിങ് ഹൈക്രോസ് എന്ന് എഴുതിയിരിക്കുക സൈഡ് ഗ്ലാഡിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്തേക്ക്. പിന്നെ നമ്മുടെ ഉള്ളിൽ ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡോർ പാഡാണ്. അങ്ങനെ ഡോർ പാഡ് നമ്മുടെ ടോപ്പ് മെനിൽ വരുന്ന അതേ സെയിം കളർ ആയിട്ടുള്ളതാണ് നമ്മൾ ഡോർ പാഡിനെ കൺവേർട്ട് ചെയ്തത്. കാര്യം നമ്മൾ ഇത് ബേസ് വേരിയന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പാഡിനകത്ത് കാര്യങ്ങളും ഈ ഒരു റെക്സിന് കാര്യങ്ങളൊന്നും വരത്തില്ല. പിന്നെ നമ്മൾ ആ സ്വിച്ച് അസംബ്ലീസിന്റെ സെറ്റില്ലേ, ഈ സെറ്റിനകത്തുള്ള ബ്രാക്കറ്റ് ഫുള്ള് നമ്മൾ ഫോർജ്ഡ് കാർബൺ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഹൈഡ്രോഗ്രാഫിക്സ് നമ്മൾ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. അത് ചെയ്തിരിക്കുന്ന പോർഷൻ ഫ്രണ്ടിലത്തെ രണ്ട് AC വെന്റ് കാര്യങ്ങളിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. AC വെന്റിൽ ഈ വരുന്ന പീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ പീസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫോർജ്ഡ് കാർബണിലോട്ട് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പോർഷൻ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരുവിധമുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് സിൽവർ ഭാഗങ്ങളായിട്ട് വന്ന മിക്കുള്ള ഭാഗങ്ങൾ നമ്മൾ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പീസ് നമ്മൾ ഡിപ്പ് ചെയ്യാത്തത് ഇതിനകത്ത് ആംബിയൻസ് ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന റീപ്ലേസ്മെന്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിപ്പോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ചെയ്യുന്ന വേസ്റ്റ് ആയപ്പോൾ അത്രയും എമൗണ്ട് കാര്യങ്ങളെ വേസ്റ്റ് ആയി. പിന്നെ നമ്മൾ ആന്റി ക്ലിയർ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടോ, ഫ്രണ്ട് ഗ്ലാസ്സിൽ ആന്റി ക്ലിയർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 50% കൂളിംഗ് പേപ്പർ നമ്മൾ സൈഡ് മിററിൽ കാര്യങ്ങളിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് വെച്ചാൽ 360 ആണ്. ഇത് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് അറിയത്തില്ല, നല്ല വെയിൽ അടിക്കുന്നുണ്ട്. അപ്പോൾ 360 കാര്യങ്ങളൊക്കെ നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻഡിക്കേറ്റർ ഇടുന്ന പോർഷൻസിലും കാര്യങ്ങളിലെല്ലാം നമുക്ക് 360 കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതേപോലെ റിവേഴ്സ് കാര്യങ്ങളെല്ലാം ഫുള്ള് നമുക്ക് റെക്കോർഡ് ഓപ്ഷണലായിട്ടാണ് നമുക്ക് ഈ ഒരു 360 കാര്യങ്ങളൊക്കെ വരുന്ന കേട്ടോ. ഫുൾ ടൈം നമുക്ക് റെക്കോർഡ് ചെയ്യാം. അതൊരു മാക്സിമം ഒരു 10 മിനിറ്റ് ഒക്കെ വെച്ച് നമുക്ക് റെക്കോർഡ് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് 4 സൈഡിലുള്ള വ്യൂസ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇടതുവശത്തായിട്ട് വണ്ടികൾ വന്ന് എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ചെറിയ തട്ടിയിട്ടുണ്ടെന്നോ പിടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഭാഗത്ത് തെറ്റില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തു നിന്നുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റും. നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഡാഷ് ക്യാമോ കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം ഇതിൽ തന്നെയാണ് ഫുൾ റെക്കോർഡ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു ഓൺകോണിന്റെ സെറ്റിനകത്ത് നമുക്ക് സിം ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സെറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ 9 ഇഞ്ച് ആണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഇത്രയാണ് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് പറയാനായിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾ ഹൈക്രോസിന്റെ വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിരിക്കണം. അപ്പൊ നമുക്ക് കസ്റ്റമർ കരുനാപ്പള്ളിയിലുള്ളതാണ്. അപ്പൊ അവർ വന്ന് ഡെലിവറി എടുക്കാനുള്ള ടൈമാണ്. അപ്പൊ നമ്മളെ വർക്ക് കാര്യങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ വീണ്ടും കാണാം. ബൈ.